ശ്രീപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നെയ്വിളക്കിനെ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ നെയ്വിളക്കിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞിരുന്നത് ഞായറാഴ്ച നെയ്വിളക്ക് കത്തിച്ചാലുള്ള പ്രാധാന്യത്തെ പറ്റിയായിരുന്നു. ഇന്ന് നമ്മളിവിടെ പറയുന്നത് തിങ്കളാഴ്ച ദിവസം നമുക്ക് നെയ്വിളക്ക് കത്തിച്ചാൽ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടാവും, നമുക്ക് ഏത് ഭഗവാനെയാണ് ഭജിക്കേണ്ടത്, അതിനെ പറ്റിയുള്ളൊരു വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തിങ്കളാഴ്ച കത്തിച്ചാലുള്ള ഗുണഫലത്തെ പറ്റി പറയുമ്പോൾ, തിങ്കളാഴ്ച ദിവസം വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കത്തിച്ചാൽ മതി. അത് തിങ്കളാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സ്നേഹബന്ധങ്ങളുണ്ടെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകാനും, ഇഷ്ടപ്പെട്ട ആളുമായിട്ട് വിവാഹം നടക്കാനും, ദീർഘസുമംഗലിയായിട്ടിരിക്കാനും, കഴിഞ്ഞ ജന്മത്തിലെ പതിയെ തന്നെ നമുക്ക് ഈ ജന്മത്തിൽ നിന്ന് ലഭിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ തിങ്കളാഴ്ച നെയ്വിളക്ക് കത്തിക്കുന്നത്. ആ ദിവസം നമ്മൾ മത്സ്യമാംസാദികളൊക്കെ വർദ്ധിച്ച് ഭഗവാനെ, അതായത് ഉമാമഹേശ്വരന്മാർ, അതായത് ശ്രീ മഹാദേവനെയും ശ്രീ മഹാദേവി, അതായത് ശ്രീ പാർവതി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ. രാവിലെ കുളിച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കത്തിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വെള്ള വസ്ത്രമൊന്നും ധരിക്കണമെന്നുമില്ല, അത് അവരവരുടെ ഇഷ്ടം. അതുപോലെ നമ്മൾ ഉമാമഹേശ്വരന്മാരെ ഭജിച്ച് വേണം ഇത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ വിളക്ക് കത്തിക്കാൻ. ആ ഉമാമഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രം 108 ആ ദിവസം ജപിക്കുന്നത് ഉത്തമമായിരിക്കും. 12 തിങ്കളാഴ്ച നിങ്ങൾ കത്തിക്കണം. ഫല ഉറപ്പാണ്. ആ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിവതും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.